ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേണീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിവിഷൻ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഷൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേയിൽ എങ്ങനെയാണ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ബേസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഡിവിഷൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം അല്ലേ, അത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ 12:2 എന്ന് പറയുമ്പോൾ നിങ്ങൾ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ ഫൈൻഡ് ചെയ്യുക? നമുക്കൊരു സിമ്പിൾ മെത്തേഡ് നോക്കാം. എപ്പോഴും നമ്മൾ ഡിവിഷനിൽ സെക്കൻഡ് കിടക്കുന്ന നമ്പർ, ഇതിൽ സെക്കൻഡ് കിടക്കുന്ന നമ്പർ ഏതാണ്? 2 ആണല്ലേ. അപ്പോൾ ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ എഴുതി നോക്കുക സൈഡിൽ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്കാണെങ്കിൽ ഇത് സിമ്പിളാണ്. അല്ലാത്തവർ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ 1 × 2 = 2, 2 × 2 = 4, 3 × 2 = 6, 4 × 2 = 8, 5 × 2 = 10, 6 × 2 = 12. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 2ൻ്റെ എഴുതിയിട്ട് ഈ ഫസ്റ്റ് നമ്പർ ഇല്ലേ, ഫസ്റ്റ് നമുക്ക് വരുന്ന നമ്പർ മൾട്ടിപ്ലിക്കേഷനിൽ എവിടെയാണോ ആൻസർ ആയിട്ട് വരുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വരുന്ന നമ്പർ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ട് അത് എവിടെയാണോ ആ നമ്പർ വരുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അത് എത്ര പ്രാവശ്യം അത് വന്നു നോക്കുക. ഏതാണ് ഇവിടെ ഫസ്റ്റ് വരുന്ന നമ്പർ? എത്രയാണ്? 6. അപ്പോൾ 2ൽ എത്ര ടൈംസ് 12 പോവും? 6. സോ ദ ആൻസർ ഈസ് 6. കണ്ടോ, ഇതൊരു മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നെക്സ്റ്റ് ഇപ്പോൾ മാം എഴുതാണ് ഇവിടെ എഴുതുന്നത് 21 ഡിവൈഡഡ് ബൈ 3. 21 ഡിവൈഡഡ് ബൈ 3 നമുക്ക് നോക്കാം ഇത് പോവുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? ആദ്യം എന്താ നമ്മൾ എഴുതേണ്ടത്? ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതേണ്ടത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഫസ്റ്റിൻ്റെ നമ്പർ, ഫസ്റ്റ് 21ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാ? സെക്കൻഡ് കിടക്കുന്ന നമ്പർ. ഓൾവേസ് ഡിവിഷൻ കഴിഞ്ഞ് കിടക്കുന്ന നമ്പറിൻ്റെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതേണ്ടത്. സോ ഇവിടെ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് നിങ്ങൾ എഴുതി നോക്കിക്കേ. എങ്ങനെ എഴുതാ? 1 × 3 = 3 വരും. പിന്നെ 2 × 3 = 6, 3 × 3 = 9, 4 × 3 = 12, 5 × 3 = 15, 6 × 3 = 18, 7 × 3 = എത്ര വരുന്നത്? 18, 19, 20, 21. അപ്പോൾ ഇവിടെ എത്ര വരിക? 21. നമുക്ക് ഏത് വരുമ്പോഴാണ് നിർത്തേണ്ടത്? 21 വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഏതിലാണ് 21 വരുന്നത്? നോക്കിക്കേ, 7ൽ. സോ ദ ആൻസർ ഈസ് 7. കണ്ടോ എങ്ങനെയാണ് കിട്ടിയതെന്ന് കണ്ടോ? അപ്പോൾ ഡിവിഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് കിടക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കുക. അപ്പം നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഏതാണ്? 35 ഡിവൈഡഡ് ബൈ 7 ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഇപ്പോൾ മാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയിട്ടുണ്ട്. 1 × 7 7, 2 × 7 14, 3 × 7 21, 4 × 7 28, 5 × 7 എത്രയാണ് വരുന്നത്? 35. ഇനി 6 × 7 നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് 35 കിട്ടിയല്ലേ ഇവിടെ. 35 എത്ര ടൈംസ് ആണ് പോകുന്നത്? 5 ടൈംസ്. സോ ദ ആൻസർ എത്രയാണ്? 5. കണ്ടോ, ഇത് സിമ്പിൾ അല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിവിഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറെ മെത്തേഡ് ഉണ്ടല്ലേ ഡിവിഷൻ്റെ. ഇതിപ്പോൾ ഈ സിമ്പിൾ ആണല്ലേ ഇപ്പം നമ്മൾ നോക്കിയത്. ഇനി ഇങ്ങനെ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ടല്ലേ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മാം ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക്